മേപ്പടിയാനിലെ ഹെലികോപ്റ്ററിലൊക്കെയാ വന്നിറങ്ങിയത് പ്രൊമോഷനായിട്ട്. ഇതിലിപ്പോ എങ്ങനെ ഹെലികോപ്റ്റർ വല്ലതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നോ നിങ്ങള്? ഇതില് മാറ്റി പിടിച്ച് ഇന്ന് പാർവതിക്ക് ഇന്റർവ്യൂ കൊടുത്താലെന്ന് വിചാരിച്ചു. അത് കൈയടിക്ക് കറക്റ്റ് അല്ലേ? അവിടെ കൈയടിച്ചില്ലല്ലോ. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മേപ്പടിയൻ സമയത്ത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആംഗേഴ്സ് ആയിരുന്നു. ഇപ്പൊ അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പർവ്വതിലേക്ക് എത്തിക്കാം. അതെ എന്താണ് ചേട്ടാ, കുറച്ച് നന്നായിട്ടൊക്കെ എന്നെ പറ്റി സംസാരിക്കും. ഞങ്ങൾക്ക് പറ്റത്തില്ല, ഷൈൻ ടോമിനെയൊക്കെ ഉണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ. ഇവരുടെ ഇന്റർവ്യൂ കാണോ? ഷൈൻ ടോം ജാക്ക് ഉണ്ടെങ്കിൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കൂ. നമുക്ക് ഈ ഫോൺ ഒന്നും എടുത്തെറിയാൻ എന്നോട് പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഷെഫീഖിന്റെ സന്തോഷം. ഓക്കെ, അപ്പോ ഗുലുമാൽ ഞാനിപ്പോ ലാസ്റ്റ് ചേട്ടന്റെ ദേഷ്യപ്പെടുന്നത് ഗുലുമാൽ എന്ന് പറഞ്ഞ ഇടയ്ക്ക് മൂലക്കുരു അപ്പൊ ഗുലുമാലിന്റെ ആൾക്കാർ, അതായത് ഫാൻസിനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അനുപേണ ഇനി ഡിറക്ഷനിലോട്ടൊക്കെ പോയാൽ അത് പ്രാങ്കയിലും കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ രക്ഷപ്പെടുന്നില്ല, അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ആവശ്യമില്ലാത്തത് പറയണ്ട. അങ്ങനെയല്ല, അതും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ചേട്ടൻ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഈ ഒരു ചെറിയ ഷോയാണ്, നമ്മൾ വലിയ സിനിമാ പാരമ്പര്യത്തിൽ നിന്നൊന്നും വന്നതല്ല. ടെലിവിഷനിലൂടെയും ആഡ് ഫിലിംസിലൂടെയും ഇതുപോലുള്ള ഇപ്പോൾ ഷോ ഗുലുമാലാണ് സ്ട്രൈക്ക് ചെയ്തത് കൂടുതലും. അപ്പോൾ അത്തരം ഷോയിലൂടെ ഇങ്ങനെ വന്ന് പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന കുറച്ച് പേർ പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയും അവരുടെ അടുത്തുകൂടി ഈ സിനിമ എത്തണം, അവരൂടെ കാണണം. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഞാൻ അതിനോട് ഉപയോഗിക്കുകയാണ്. എല്ലാവരും 25-ാം തീയതി ഷെഫീഖിൻ്റെ സന്തോഷം കാണണം. ഇനി 25-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കാണുന്നതെങ്കിൽ അപ്പോൾ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റർടൈൻ ചെയ്യിപ്പിക്കും കേട്ടോ എന്നാണ് വിശ്വാസം. അല്ലേ ബ്രോ? കണ്ട അവസാനമായി സിനിമ കണ്ടിട്ട് ഇറങ്ങി. കഷ്ടമുണ്ട് കേട്ടോ. ഒന്ന് ആക്റ്റീവായി സംസാരിക്കും, വളരെ ജെന്യൂൻ. ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ടാണോ? ഇനി വേറെ ആരെങ്കിലും കൊണ്ടിരുത്തണോ? ഞാൻ ആക്റ്റീവായിട്ടല്ലേ സംസാരിക്കണേ. ആണോ? അന്നത്തെ ദേഷ്യം ഇല്ലില്ല, അതന്ന് അവിടെ കരഞ്ഞു തീർന്നു. ചേട്ടൻ ഇങ്ങനെ പ്രാങ്ക് ചെയ്തിട്ട് തിരിച്ചു പണി റിയാക്ഷൻ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ട്? പിന്നെ ഞാൻ ഒരു കുട്ടീനെ ഒരു പ്രാങ്ക് ചെയ്തിട്ട് ദൈവം അതിനെ കൊണ്ട് തന്നെ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഇരിക്കുന്നത് ഇത്രയും വലിയ ശിക്ഷ വേറെ കിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ദൈവം തരും, ശിക്ഷ തരും എനിക്ക്. ഞാൻ ഒരാളെ പ്രാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെനിക്ക് ആ ശിക്ഷ ദൈവം തരുന്നിട്ടുണ്ട്. പാർവതിക്ക് ഭയങ്കര ഫാൻസാ കേട്ടോ. അപ്പം അവരോടൊക്കെ പറ സിനിമ കാണാൻ പോണോന്ന്. ഒന്നുകൂടെ പറയണം, കഷ്ടമുണ്ട്. ഓക്കെ, അപ്പൊ ഷെഫീഖിന്റെ സന്തോഷം നവംബർ 25-ാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്താണ്. ഷെഫീഖിന് മൂലക്കുരു ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. എന്തായാലും സിനിമ ഇനി ഞാൻ ഈ സിനിമയുടെ കുറച്ച് ഇതുവരെ കഥകളൊക്കെ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അല്ല ചോദിക്കും. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ചിട്ടാണ്. ഷെഫീഖിന്റെ സ്ഥലം എവിടാണ്? പാറത്തോട്. ആ, കറക്റ്റ് ആൻസർ അറിയാം, കറക്റ്റ് ആണ്. ഷെഫീഖിന്റെ പ്രധാന പ്രശ്നം എന്താണ്? മൂലക്കുരു. അല്ല, അത് പ്രധാന പ്രശ്നമാണ്. ഒരിക്കലും മൂലക്കുരു അല്ല പ്രധാന പ്രശ്നം. ഏതാണ്ട് ഇതിൽ മറ്റ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അഭിനയിച്ചേക്കുന്നത്? നായികമാർ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ദിവ്യാപിള്ള, ആത്മീയരാജ്. പിന്നെ വേറെ ഇപ്പൊ മനോജേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് ആരാണ് ചെയ്തിരിക്കുന്നത്? മനോജ് കെ ജയൻ എന്ന് പറയുന്ന നടൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് അവതരിപ്പിച്ച നടന്റെ പേരെന്താണ്? ഒന്ന് പറ. മനോജ് കെ ജയൻ. അത് പറയാൻ എന്താ മടി? കൺഫ്യൂഷൻ ആകരുത്. പിന്നെ ഷെഫീഖിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ പറയാം. അച്ഛൻ, അമ്മ, ഉപ്പ, ഉമ്മ, ചേച്ചി, ഒരു കുഞ്ഞ്. പോസ്റ്ററാണ് നിങ്ങൾ ആദ്യം ഇറക്കിയത്. ഓ, ബുദ്ധിയുണ്ടപ്പോ. നല്ലതാണ്. അപ്പൊ ഷെഫീഖിന്റെ ലളിതമായ പ്രശ്നം എന്താണ്? മൂലക്കുരു. പറഞ്ഞു കൊടുത്ത കറക്റ്റ് പറയുന്നുണ്ടാ? ബാക്കിയെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ശരി, ശ്രദ്ധിച്ചിരിക്കണേ. ചിലപ്പം അദ്ദേഹം ഉണ്ണി ബ്രോ പറയുന്ന അനുസരിച്ച് ചോദ്യങ്ങളും ഞങ്ങൾ ചോദിക്കും. ശരി, ഇനി ഡയറക്റ്റ് ചെയ്യാനായിട്ട് അല്ലേ ഇനിയിപ്പോ അടുത്ത സിനിമ എഴുതി തുടങ്ങിയോ? ഇല്ല, ഇത് കഴിയട്ടെ, ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാനൊന്ന് ചെയ്ത് തീർത്തോട്ടെ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചിന്തകളൊക്കെ ഉണ്ട്. എന്നാലും ഇത് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളെ ചേട്ടൻ തന്നെ എഴുതണം എന്നുള്ള നിർബന്ധമൊക്കെ ഉണ്ടോ? അല്ല, നമ്മൾ പറഞ്ഞു കൊടുത്ത് ആരും എഴുതിയാലും കുഴപ്പമില്ല, അത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര സമയമെടുത്ത് എഴുതിയാണ്, ഇതൊരു വലിയൊരു പ്രോസസ്സിന്റെ ഭാഗമാണല്ലോ. കുഴപ്പമില്ല, ആരെങ്കിലും എഴുതണം, അല്ലെ ടൈപ്പ് ചെയ്യണം, എന്തായാലും ഒരു പേപ്പറിൽ പടം വേണം.
ഷെഫീഖിനെ കുറിച്ച് ചോദിക്കും. ഷെഫീഖ് ഇനിയിപ്പോ നമ്മൾ ഇത്ര നേരം സംസാരിച്ചില്ല ചേട്ടാ. ഷെഫീഖിനെ കുറിച്ചല്ല ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നേ. ഓക്കെ, അപ്പൊ ഇതില് ബാലചേട്ടൻ വരുന്നുണ്ട്. അപ്പൊ ആ ട്രോളൊക്കെ കേട്ടിരുന്നു, ഞാന് ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജ്. ഫ്രഷ് ക്വസ്റ്റ്യൻ, ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അതല്ല അത് ഞാൻ കേട്ടില്ല. ശരി പറ. ഒന്നുമില്ല, ആ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്യാം. അല്ല ട്രോൾ ഈ ട്രോൾ വരുന്ന മുന്നേ തന്നെ നമ്മള് ബാലെ കാസ്റ്റ് ചെയ്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഞാൻ ഉണ്ണി മുകുന്ദൻ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി നമുക്ക് ഏകദേശം ഒരു ഒറിജിനൽ ബെൽറ്റ് ഇല്ലെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് എങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനുണ്ട്, ബാലുണ്ട്, അനൂപ് ഉണ്ട്, മേനൻ ഇല്ലെങ്കിലും 12 ഉണ്ട്. അതെ അതെ അതെ. അങ്ങനെ ഞങ്ങൾ ഒരു ബെൽറ്റ് പാർവതി ചോദിക്കേ, നല്ല സൂപ്പർ സിനിമ ഉറപ്പായി ഹിറ്റാവും. ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലചേട്ടനെ വിളിച്ചു. ചേട്ടാ എങ്ങനെയുണ്ട് സംഭവം, കഥ പറഞ്ഞാൽ നിൽക്കുക. ഞാൻ ചേട്ടാ എന്താ മിണ്ടാതിരിക്കുന്ന ചേട്ടാ? അനൂപ് ഞാനൊരു രാശി പറയാം, ഒരു പ്രഡിക്ഷനാണ്. ഇത് സൂപ്പർ ഹിറ്റ് ആവും. ഇത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ബെസ്റ്റ് സിനിമയാവും. എനിക്കും വലിയ ക്യാരക്ടർ, സന്തോഷം.